ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളിന്നൊരു സർപ്രൈസ് പൊട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് ചക്കര സർപ്രൈസ്? ചക്കര ഒരു അമ്മായിയും ഞാനൊരു അപ്പോൾ ഏതായാലും ലാഗാക്കുന്നില്ല ഗെയ്സ്. നമ്മുടെ അളിയനൊരു വാപ്പായിരിക്കാണ്. വേറൊന്നുമല്ല, സിനു ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിക്കായിരുന്നു ഡെലിവറി. അപ്പോൾ അൽഹംദുലില്ലാഹ് കുട്ടിയും ഉമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഡെലിവറിയൊക്കെ സുഖമായിട്ട് കഴിഞ്ഞു. അളിയൻ ഇന്നലെ തന്നെ വിളിച്ച് നമ്മൾ അറിയിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ രാവിലെ ഡ്രസ്സൊക്കെ മാറിയിട്ട് സമയം ഇപ്പോൾ 5:45 6 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതേ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ മാറ്റിയിട്ട് നിൽക്കുകയാണ്. ഞാനും ചക്കരയെ കൂടെ മാറ്റി നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഉപ്പ വരുന്നില്ലേന്ന്. അപ്പോൾ ഉപ്പായി ഉണ്ട് ഗൈസ്. ഉപ്പയുടെ പേരക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും വരാതിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പുള്ളിക്കാരനെ കൊണ്ടുപോയി ഗ്ലൂക്കോസ് വെച്ച് തൊക്ക് ഉഷാറാക്കി എടുത്തതും. അപ്പോൾ ആളരെ ഉള്ളിലുണ്ട്. ആളരെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അൻവർ ഷാനു എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനും ഇങ്ങോട്ട് കൂടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ താരക്കായി ഉണ്ടെന്നാണ് തോന്നണം. അപ്പോൾ നമ്മൾ 5 പാടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും കുട്ടീനെ കാണണ്ടേ? കുട്ടീനെ കാണണം. അങ്ങനെ നമ്മൾ കുട്ടീനെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അറിഞ്ഞപ്പോൾ മുതൽ തന്നെ നല്ലൊരു സന്തോഷം. എന്താണെന്നറിയില്ല, നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യം. സാധാരണ നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനായാലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലായാലും കുട്ടി ജനിക്കുക പറയുമ്പോൾ നമുക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിലേറെയൊക്കെ നമുക്ക് അതിൻ്റെ ഡബിൾ മടങ്ങ് സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏതായാലും കാണാൻ വേണ്ടി പോവാണ്. ഇപ്പം മാറ്റി നോക്കി നോക്ക്. മാറ്റുണ്ടല്ലേ? പോവല്ലേ? ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? വണ്ടി നമുക്ക് നടന്നങ്ങോട്ട് കയറാം. അത് മതിയോ? നടക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വണ്ടി എടുക്കാം. നടക്കാമോ? എന്നാ നടക്കാം. അതാ ഞാൻ ചോദിച്ചു. വണ്ടി എടുക്കണേ വണ്ടി എടുക്കാൻ കുഴപ്പമില്ല. തന്നെ തിരിച്ചു വരുമ്പോ തുറക്കാനും കൂടി വെക്കണം കേട്ടോ. തള്ളിയാലും മതിയല്ലോ. അപ്പൊ നമ്മൾ കുട്ടിനെ കാണാൻ പോകുന്ന യാത്രയാണ്. പോവാം. അങ്ങനെ കേസ്താ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവരോട് കാറും കൊണ്ട് ചെക്കന്മാർ മുകളിലെത്തിയിട്ടുണ്ട്. ഇറങ്ങി. അപ്പോൾ ഉപ്പ മുന്നേ നടന്നിട്ടുണ്ടല്ലേ ചക്കരെ? ഉപ്പ നമുക്ക് മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പയും രാവിലെ തന്നെ ഉഷാറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഇന്നലെ രാത്രിയാണ് ഉപ്പാനോട് പറഞ്ഞത്. കാരണം ഡെലിവറി കഴിഞ്ഞത് ഒരു 10-10:15 ടൈമിലല്ലേ ചക്കരെ? അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ പറഞ്ഞത്. ഒരു 10:11 ടൈമിലാണ് പറഞ്ഞത് രാവിലെ നമുക്ക് ഈ ഒരു സമയത്ത് എഴുന്നേക്കണം പോകണത്. അപ്പോൾ പുള്ളിക്കാരൻ ഓക്കെയാണ്. അപ്പോൾ ഓക്കെയാണ്, ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞാൽ ആയിക്കോട്ടെ രാവിലെ തന്നെ എണീച്ച് റെഡിയാവാമെന്ന് പറഞ്ഞു. 5 മണിയായപ്പോൾ തന്നെ എണീച്ച് റെഡിയായി. ഇതൊക്കെ കുളത്തിലെ വെള്ളം നല്ലങ്ങ് കയറി. ഞാൻ വന്നപ്പോൾ ഒരു കുറച്ച് ഭാഗത്തേ ഉള്ളായിരുന്നു, നിലത്തെ കുറച്ച് ഭാഗത്ത് അത്ര. ഇപ്പം ഏതായാലും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഉപ്പ രാവിലെ പറഞ്ഞ പോലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി കുട്ടപ്പനായിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ എല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ്, ഒരു പൊലിവിനാണ്. ചക്കരയ്ക്ക് ഇതാ ഓടി പഞ്ഞിട്ടേ പോകണം. ചക്കര എന്താ വേഗം എത്താനാ ഓടുന്നത്? കുട്ടീനെ കാണാൻ പുതിയായിട്ടാ? വാപ്പ എത്തിക്കോളൂ. വീടേട്ടാ എന്തൊക്കെ? അങ്ങനെ വാപ്പ മുന്നേ പോയിക്കോളും. ആൾക്ക് കുഴപ്പമൊന്നുമില്ലടി, ഓക്കെയാണ്, ഉഷാറാണ്. വാപ്പ ഉഷാറാണ്. അങ്ങോട്ട് നടന്ന് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആളിതാ അവിടെ മുകളിലെത്തിയിട്ടുണ്ട്. പുള്ളി താരക്കായിട്ട് എന്തൊക്കെയോ വർത്താനത്തിലാണ്. എന്തായി, കുഴങ്ങിയോ? നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്നാ രണ്ടാളും ഏകദേശം ഒരേപോലത്തെ ഷർട്ടൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ടുള്ള ആദ്യം ആൾക്കാണ് പോയിട്ടുണ്ടാവുക. ഓട്ടിട്ട കുടിക്കും. അത് ശരി. എന്തൊക്കെയാ നല്ലത്? ഇപ്പൊ ഇന്ന് കുട്ടീനെ കണ്ടുപോരാ. ഇറങ്ങാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്.
അതൊരു കിട്ടല. അല്ല ഓന്റെ കേട്ടോടെ എനിക്ക് ഉറങ്ങാൻ. എത്താപ്പത് മിഷനാ? ബാറ്ററി ഇട്ടോണോ മിഷീൻ? ആണാണോ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? അങ്ങനെയൊന്നുമില്ല. ഏതായാലും അൽഹംദുലില്ലാ നല്ലൊരു നല്ല ഇപ്പൊ അനുവാദം ഇല്ല. നമ്മൾ അറിയിക്കണ്ട, അതൊക്കെ നമുക്ക് വഴിയേ അറിയിക്കാം. ഓക്കെ, അപ്പൊ അതെ നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഇവിടെ വരിക ഇതിൻ്റെ. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പോ എത്തിയപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ നല്ലൊരു മഴ വരുന്നോണ്ടിരിക്കുകയാണ്. വാനമൊക്കെ ആകെ മൂടിയിട്ട് നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചായ കുടിച്ച് ചെറിയ രീതിക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ്. അപ്പോൾ ആരും രാവിലെ ആയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ചായ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാൻ കയറാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും, ആൺകുട്ടിയാണോ അതോ പെൺകുട്ടിയാണോ? അളിയന്റെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ പിന്നെ കുട്ടീൻ്റെ ഉപ്പ തന്നെ അതാണ് ഡൗട്ട് പുറത്തു വിട്ടോട്ടെ അല്ലേ. അപ്പോൾ നമ്മളേതായാലും നമ്മളെ വീഡിയോയിൽ പറയുന്നില്ല കുട്ടീൻ്റെ ഉപ്പ, അതായത് അളിയൻ്റെ ചാനലിൽ തന്നെ അളിയന് പിന്നെ നമ്മളൊക്കെ എത്തിയതിനു ശേഷം പിന്നെ എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതായത് അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സാധനമൊക്കെ ഇറങ്ങി വീഡിയോ ഇപ്പോൾ താമസിക്കാതെ തന്നെ സാധനം എത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വീഡിയോ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മളിത് വേജൻസി അത്രേ പറയാനുള്ളൂ. നമ്മളിപ്പോൾ അരീക്കോട് എത്തിയിട്ടുണ്ട്. അരീക്കോടെത്തി ഇതേ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലിപ്കാർട്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിൽ കയറി വെക്കാണ്. ഏതാണ് അല്ലെങ്കിൽ സാധനം മടങ്ങി പോകും. ബോയാണോ ഗേളാണോ ചോദ്യചിഹ്നമായിട്ട് മാത്രം നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇല്ലല്ല, അല്ലെ അപ്പൊ പുറത്തുവരുന്നോ? നമുക്ക് ഇപ്പൊ വിടണ്ട. അതൊരു ആൺകുട്ടിയാണ്, അല്ലെങ്കിൽ അതൊരു പെൺകുട്ടിയാണ് അല്ലേ? ഏതായാലും അളിയൻ തന്നെ അളിയനെ ചാനലിലാണ്ട് അവന്റെ സർപ്രൈസ് പൊട്ടിച്ചോട്ടെ അല്ലേ? പൊട്ടിച്ചോട്ടെ. അവരുടെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആദ്യത്തെ കുട്ടി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതെ അല്ല, കാരണം അളിയനെ സംബന്ധിച്ച് അളിയന്റെ ലൈഫിൽ ഒരു ഫസ്റ്റ് ഒരു സർപ്രൈസ് ഇതാണ്, ഒരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ തീർച്ചയായിട്ടും പറയും. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും പറയും. അങ്ങനെ നമ്മളിപ്പോ അരീക്കോട് കഴിഞ്ഞല്ലേ? നമ്മള് 17 കിലോമീറ്റർ കഴിഞ്ഞാല് അവിടെ എത്തും. അരമണിക്കൂർ നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മള് ഇതാണ്ട് റിവീൽ ചെയ്യല്ലേ. അപ്പോ പിന്നെ കുട്ടീനെ കാണാൻ എല്ലാരും പൂതിയിൽ ആകാംക്ഷയിലിരിക്കുകയാണ്. കുട്ടി നമ്മളെ കാണാൻ ഇരിക്കാവും അല്ലേ? കുട്ടി പിന്നെ കുട്ടിയുടെ ഉപ്പാന്റെ കൂട്ടുകാരെ കാണാനും അതേപോലെ ചക്കരനെ കാണാനും മാമീനെ കാണാന് പിന്നെ അതേപോലെ തന്നെ വല്യപ്പാനെ കാണാന് എല്ലാവരും കാണാനും കുട്ടി ഇപ്പോ വെയിറ്റിംഗിലാവും. പക്ഷെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റെഡി ആക്കിയതാണ് കേട്ടോ. ഇത് പെട്ടെന്നുണ്ടായ പ്ലാനാണ്. സാധനം വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനം. അപ്പൊ ഇത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അളിയന്റെ ചാനലിൽ ആ ഒരു വീഡിയോയിൽ മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം. തിരിച്ചു വരുമ്പോ ഞങ്ങൾ ചക്കരക്ക് കൊടുക്കുന്നത്, കാരണം അടുത്ത ചാനലിൽ റിവ്യൂ ചെയ്യാനുള്ളതാണ്. അളിയത് പറയുമ്പോ പ്രത്യേക ഒരു പൊലിവുണ്ട്. അത് പറഞ്ഞിട്ട് അത് പിന്നെ ശരിയല്ലേ? അളിയ അത് പറഞ്ഞിട്ട് പൊട്ടും. അല്ല, ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തില് അല്ല പിന്നെ വേറെ മക്കൾ എന്ന് പറയുന്നത് അല്ല വേറെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങള് ഇങ്ങനെ അത്രയും ക്ലോസ് ആയിട്ട് ഞങ്ങൾ ഓരോന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അളിയന് പറഞ്ഞാൽ നമ്മളൊരു ബ്രദറിന്റെ പോലെയാണ്. നമുക്ക് എടാ പോടാ തണ്ടി ആ ഒരു ബന്ധം, അത്രയും ബന്ധമാണ്. കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ ചിന്തിക്കുന്ന ഡിസ്റ്റൻസ് ഉണ്ടാവും. അതായത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി, ആ തെണ്ടി കത്തിയാൻ പറ്റുമോ? പൊതുവെ ഉണ്ടാവും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി കുട്ടി, 2 കൊല്ലം അങ്ങനെ ഒരിക്കലും പാടില്ല. ചിലപ്പോ നമ്മള് പിന്നെ നമ്മള് നല്ല ഇടങ്ങാറാവുണ്ട്. അല്ലത് കാര്യം വേറൊന്നുമല്ല, നമ്മളെ സൗകര്യം നോക്കിയാലേ പടച്ചോന്റെ ഇതും കൂടി നമ്മൾ നോക്കണമല്ലോ. നമ്മളെ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാം. അതെ. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് ഒക്കെ റാഹത്തായിരിക്കട്ടെ.